പാലക്കാട് നിന്നും സൗമിനിയാണ് അയച്ചിരിക്കുന്നത്. സൗമിനി മകൾക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മോൾക്ക് കേന്ദ്ര സർവീസിൽ ജോലിയുണ്ട്, പക്ഷെ വിവാഹം ഒന്നും തന്നെ ആകുന്നില്ല. വരുന്ന പ്രപ്പോസലുകളൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വിവാഹം നടക്കുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ജോലിയുണ്ട്, പക്ഷെ വിവാഹത്തിന് താല്പര്യമില്ല. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്, താല്പര്യമില്ല. അപ്പം വിവാഹം നടക്കുമോ എന്നാണ് അറിയേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് ജോലി, സാമാന്യം തൃപ്തികരമായ കുടുംബം, ഇതൊക്കെ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കാം. വിവാഹ ദാമ്പത്യ സമ്മോഹനകാരകനായ ശുക്രൻ എന്ന ഗ്രഹം സൂര്യഗ്രഹവുമായി 9 ഡിഗ്രിയിൽ നിന്ന് മൗഢ്യത്തിൽ നിൽക്കുന്നു. സൂര്യഗ്രഹത്തിൻ്റെ സാമീപ്യം 9 ഡിഗ്രിയിൽ വന്ന് വിവാഹ ദാമ്പത്യ കാരകൻ ശുക്രൻ 9 ഡിഗ്രി മൗഢ്യത്തിൽ വരുമ്പോൾ അതിമൗഢ്യമെന്നാണ്. എന്താണോ ആ ശുക്രൻ ചെയ്യേണ്ടത്, ആ ശുക്രന് ഫലദാന ശേഷി ഇല്ലാതാവുന്നു. ഒരു സംഗതി എടുത്ത് കൊടുക്കണമെങ്കിൽ ആ കൊടുക്കുന്ന കൈക്ക് ബലം വേണ്ടേ, ഇല്ലെങ്കിലോ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഫലദാനം, വിവാഹത്തിൻ്റെയും ഭർത്തൃകുടുംബത്തിൻ്റെയും വിവാഹം വേണമെന്നുള്ള തോന്നൽ, അല്ലെങ്കിൽ വിവാഹ അഭിരുചി, താല്പര്യം, ഇങ്ങനെ ഉള്ളതിന് താല്പര്യമില്ലാതെ വരുന്ന ഒരു സന്ദർഭമാണ് മൗഢ്യം എന്ന് പറയുന്നത്. മൗഢ്യം എന്ന് വെച്ചാൽ മൂഢൻ, മരിച്ചവൻ എന്നൊക്കെ അർത്ഥം. കഴിവില്ലാത്തവൻ. ആ ശുക്രന് ഫലദാന ശേഷി ഇല്ല. എങ്ങനെയോ ഗവൺമെൻറ് ജോലിയും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷേ അതിന് കല്യാണത്തിന് ഒരു ഭയം ഉണ്ട്. സൂര്യഗ്രഹവുമായി നിൽക്കുന്നത് കൊണ്ട് ഒന്നുമല്ലെങ്കിൽ അതിൻ്റെ ചേച്ചിയോ അല്ലെങ്കിൽ അനിയത്തിയോ അല്ലെ ഉറ്റവരോ ഉടയവരോ അതുപോലെ വേണ്ടപ്പെട്ട കൂട്ടുകാരികളോ വിവാഹം കഴിച്ചിട്ട് ഉടനെ ഉണ്ടായ തിക്താനുഭവങ്ങൾ, ദുഃഖാനുഭവങ്ങൾ അത് കണ്ട് കേട്ടും വിരുദ്ധങ്ങൾ സംവദിച്ചും അതിനെപ്പറ്റിയുള്ളൊരു ഭയം, അതുകൊണ്ടൊരു ഭയത്താൽ വിവാഹം വേണ്ട എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ പ്രസവത്തിനോട് താല്പര്യമില്ല. അങ്ങനെ ചില ഒരു സമൂഹം ഇപ്പം വളർന്നു വരുന്നുണ്ട്. പ്രസവിക്കാൻ കഴിയില്ല, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അപ്പം എന്തായിരുന്നാലും അത് ശരിയാവുകയല്ലോ. കല്യാണം കഴിച്ചോ, കുട്ടികൾ വേണം, പ്രകൃതിദത്തമായ ഇത് വേണം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ. പിന്നീട് അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നേരത്തെ തന്നെ ഇപ്പം ഉള്ളവർ പറയും, പഴയ പോലെ മറച്ചു പിടിച്ച് നിൽക്കുന്നവരില്ല, കുട്ടികളൊന്നും ഉണ്ടാവാൻ പറ്റില്ല, അങ്ങനെയാണ് കല്യാണം കഴിക്കുക. വരുന്നവരന്നേരെ ആലോചനയായിട്ടങ്ങ് പോയി. അല്ലെങ്കിൽ ഇപ്പം എല്ലാം മാട്രിമോണിയലല്ലേ, അങ്ങോട്ടേക്ക് പിന്നെ വിളിയില്ല, അതുമായിട്ട് താല്പര്യമുള്ളവർ മതിയല്ലോ. അപ്പം പ്രസവത്തോടും കുട്ടികളോടുമുള്ള ഭയം, അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധക്കാരോ കൂട്ടുകാരികളോ വിവാഹം കഴിച്ചിട്ടുണ്ടായ ദുരന്തം, അടിയിടി, കുടി, ബഹളം, സംശയരോഗം, ഇങ്ങനെ ബഹുവിധങ്ങളായത് കേട്ടിട്ടുള്ള ഭയം. അതല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയെ കൊണ്ട് സൗന്ദര്യം തീരെയില്ല, എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള സ്വമേധയാ ഒരു തീരുമാനമുണ്ട്. അതുമല്ലെങ്കിൽ സൗന്ദര്യം വളരെ കൂടിപ്പോയി, വരുന്ന ഒരു പ്രപ്പോസലും 5 അയലോക്കത്ത് നിൽക്കത്തക്ക യോഗ്യതയില്ല. എന്തു ചെയ്യും? നല്ല സുന്ദരിയാണ്, വരുന്ന ആലോചന മുഴുവൻ ഇങ്ങനെ കാത്തിരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെളി മിണ്ടാൻ പോലും പറ്റിയല്ല. ജോലിയുണ്ട്, ഏക മകനാണ്, വലിയ ധനാഢ്യനാണ്, മദ്യപാനിയല്ല, ഒക്കെയില്ല, പക്ഷേ കണ്ടിട്ടൊരു ചേർച്ചയില്ല. അല്ലെങ്കിൽ പൊക്കം തീരെ പോകാം, അല്ലെങ്കിൽ കണ്ടമാനം പോകാം, അല്ലെങ്കിൽ പ്രായം ഒരു വയസ്സിനിളപ്പ്, ഇങ്ങനെയുള്ള ചർച്ചക്കുറവ് വരിക. ചുരുക്കത്തിൽ അങ്ങനെ ആലോചിച്ച് ചിലപ്പം പെൺകുട്ടികൾ എനിക്ക് ജോലി കിട്ടിയിട്ടേ കല്യാണമുള്ളൂ എന്ന് പറയും, നമുക്ക് വിശ്വസിക്കാം. കാരണം സ്വന്തം കാലേ നിൽക്കാൻ ഉള്ള ത്രാണി ഉണ്ടാകുക, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ ബൗദ്ധികപരമായി വളർന്ന യുവതികൾ വരുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ജോലി കിട്ടിക്കഴിയുമ്പോൾ 30 ആവും. പിന്നീട് ആണുങ്ങളൊട്ട് മുക്കാലും 30-നകത്ത് കല്യാണം കഴിച്ചു പോകുന്നവരാണ്. എന്ത് ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും മൂത്തതിനെ കെട്ടാൻ തയ്യാറാവുമോ? ഇല്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി ആലോചന വന്നിട്ട് പ്രായമൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് പോകുന്നതും അതിൻ്റെ വിഷാദവും, പിന്നെ തള്ളമാരുടെ പ്രാക്ക്, നിനക്ക് വരുവടി ഇനിയിപ്പം 17കാരൻ അല്ല 18കാരൻ, നീ അന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പറ്റിയത്, ഞങ്ങളൊക്കെ പറയുന്നതിനെ നീ നിരസിച്ചില്ലേ,
എടീ മംഗല്യ ഭാഗ്യം താലിഭാഗ്യം എന്നൊക്കെ പറയുന്നത് ചില സമയത്തെ ഉള്ളടി കൂരുത്തം കെട്ടവളെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെതായ ശാപം. എന്നാൽ പിന്നെ എനിക്ക് ഈ കല്യാണമൊന്നും വേണ്ട എന്ന് വെച്ച് വിരുകി നിൽക്കുന്നവരും ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഒരാകത്തുകയാണ് 9 ഡിഗ്രിയിൽ ശുക്രൻ എന്ന ഗ്രഹം, വിവാഹ ദാമ്പത്യകാരകനായ ശുക്രഗ്രഹം സൂര്യഗ്രഹവുമായി 9 ഡിഗ്രിയിൽ മൗഢ്യത്തിൽ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിവാഹ തടസ്സം, വിവാഹ കാലതാമസം, വിവാഹ ഭയം, വിവാഹത്തോട് അതീവ ദുഃഖം, കണ്ടും കേട്ടും മണത്തും അറിഞ്ഞും സഹകരിച്ചും ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി കഥകളൊക്കെ കേട്ടിട്ടുള്ള ഭയങ്ങൾ, പ്രസവത്തോടുള്ള ഭയം, ഇതിൻ്റെ എല്ലാ ആകത്തുക കൊണ്ടും പ്രായം കഴിഞ്ഞു പോയി. എല്ലാം ഒത്തിണങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പ്രായം കഴിഞ്ഞു പോയി. അല്ലെ ഇളയത്തങ്ങളെ 2-3 പേരെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ അവനവന് 30-35 ഒക്കെ ആയി. പിന്നീട് അതങ്ങ് മറന്നുപോയി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ട്. ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ 9 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ സംഭവം ഇത് തന്നെയാണ്. ഇതിന് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശുക്രനെ സന്തോഷിപ്പിക്കുക, സ്ഥിരമായി ഡയമണ്ട് ധരിക്കുക, മാലയിലോ റോക്കറ്റിലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ, മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ സ്വയംവര പുഷ്പാർച്ചന നടത്തുക, സ്വയംവര പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്ത് നല്ല ഉപദേശിച്ചാൽ മനസ്സിലാവുന്നതിനെ കൊണ്ട് എല്ലാം കൂടെ തികയാൻ നോക്കിയിരിക്കേണ്ട, ഏറെക്കുറെയൊക്കെ ഒത്തുകെട്ടിയെല്ലാം അങ്ങ് നടത്തിക്കോണം എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ സമ്മതിക്കും, അല്ലെ ഏറെക്കുറെ ഇണങ്ങിയത് വരും. ഒന്നുമില്ല കളറോ ആരോഗ്യമോ സാമ്പത്തികമോ വിദ്യാഭ്യാസമോ എന്തെങ്കിലും ഒരു ന്യൂനതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭയാശങ്കകൾ മാറിക്കിട്ടും. തന്നെയല്ല കുറച്ച് അധികമായിട്ട് മൊബൈൽ വഴിയൊന്നും വരുന്ന പയ്യനുമായിട്ട് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത്. കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വഷളാവും. അവസാനം കുളിപ്പിച്ച് കൊച്ചില്ല എന്ന് പറഞ്ഞ മാതിരി. അല്ലാതെയൊക്കെ ബാക്കി കാരണവന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങ് നടത്തുന്നതാണ് നല്ലത്. ഇപ്രകാരമൊക്കെ ചെയ്ത് വിവാഹമൊക്കെ ആയി എന്ന് കണ്ടാൽ വീണ്ടും കത്തയക്കാം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.